ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ക്ലിയർ ആയിട്ടൊന്ന് കാണിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുക കേട്ടോ. നമ്മുടെ ഫാത്തിമ കുട്ടിനെ കാണിക്കണം അവിടുത്തെ ഹോസ്പിറ്റലിൽ ഇതാണ് കേട്ടോ. അപ്പോൾ അവർ ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പതിവ് പോലെ രാവിലെ നമ്മൾ സ്കൂളിലേക്ക് പോകണ മക്കളെ പറഞ്ഞയക്കുന്ന ഒരു തിരക്കിലാട്ടോ. അപ്പം ഇന്ന് ഞാൻ ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കിയത്. ചപ്പാത്തിയും പിന്നെ അവൾക്ക് എപ്പോഴും പോലെ ഉള്ളിവാട്ടി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതന്നെ ഉണ്ടാക്കി ഇന്നും. അപ്പോൾ അവൾക്ക് അതാകുമ്പോൾ രണ്ട് പറ്റി തിന്നും ഒക്കെ ചെയ്യും. അത് കാരണം പിന്നെ ഞാൻ അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല സോഫ്റ്റ് മാവാട്ടത്. അപ്പോൾ ഇതും അതിലേക്ക് ആ ഉള്ളിവട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ചായ ഞാൻ വെച്ചിട്ടുണ്ട്, ചോറും ഞാൻ തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിവട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ വലിയ പെരുന്നാളല്ലേ അല്ലേ, ശനിയാഴ്ച ആണെന്ന് തോന്നുന്നു പെരുന്നാൾ വരുന്നത്, നോൽമ്പാണ്. അപ്പോൾ നോൽമ്പൊന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ വന്നിട്ട് നമ്മൾ ഇതാ ചുട്ടെടുക്കട്ടെ. സോഫ്റ്റായ ഒരു ചപ്പാത്തിയാണ്. അപ്പോൾ ഇത് ചൂടോട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, നല്ല മാവായതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ ഇന്ന് ഞാനിപ്പോൾ വേഗം റെഡിയാക്കി കൊടുക്കാം രാവിലെ. അപ്പോൾ ഇതൊരു തിരക്കാണല്ലോ. പിന്നെ റിജിക്കുട്ടിക്ക് സ്നാക്സൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അവൾക്ക് റിൻഷിമോൾക്കും ചൂടുവെള്ളമൊക്കെ ആക്കിയിട്ട് കുപ്പിയിലാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അവൾക്ക് രാവിലെ റിയാസ്ക്ക് കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ചപ്പാത്തിയും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇതാ തിളപ്പിച്ചാറിയ വെള്ളം രണ്ടാൾക്കും ബോട്ടിലാക്കി കൊടുത്ത്. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഇങ്ങനെ ഫോൺ വെച്ചപ്പോൾ അങ്ങനെ ആദ്യം ഒന്ന് ഓട്ടക്കൂടെ ഒഴിച്ചു വിട്ടു. പിന്നെ അങ്ങനെ മൂടി ഇങ്ങനെ തുറന്ന് വന്ന്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്താട്ടോ. പിന്നെ ഇതാ അപ്പോൾ അവിടെ റിൻഷു പോകാനുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അപ്പം ഒരു 8:30 എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇതാ ഇനി ബോക്സ്, പിന്നെ അവൾ കറി കൊണ്ടുപോകണ പാത്രം കറിയൊക്കെ പോവുകയാണ്. അപ്പോൾ പിന്നെ ഡിഫറെൻറ്റ് പാത്രത്തിൽ തന്നെയാണ് ആക്കി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ രാവിലെ ഇപ്പോൾ നേരത്തെ പോണത് കൊണ്ട് ഒന്നും ശരിക്കും കഴിക്കില്ല കേട്ടോ. ഒരു ചായ മാത്രമേ കുടിക്കുള്ളൂ. ചപ്പാത്തി കൊടുത്താലും ചിലപ്പം കഴിക്കില്ല, ഓക്കാനിക്കും. അപ്പോൾ ഞാൻ പിന്നെ അവർ 11 മണിക്ക് എന്തെങ്കിലും കൊടുക്കുമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ഇതെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഒരു ചപ്പാത്തി എക്സ്ട്രാ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 കേക്കും ഒരു ചപ്പാത്തിനെ അങ്ങോട്ട് പിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കും. അപ്പോൾ അവളങ്ങനെ ഒരു 11:30 ആകുമ്പോഴത്തേനും കഴിച്ച് പിന്നെ കുറച്ച് വിശപ്പ് മാറും. രാവിലത്തെ ഒരു ക്ഷീണമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉച്ചക്ക് 12:30 ആവില്ല ചോറ് കഴിക്കുമ്പോൾ. പിന്നെ ഫാത്തിമ കുട്ടി ഇന്ന് പോയിട്ടില്ല, ഇന്നും പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ. അവളുടെ കുറച്ചും കൂടി ഒന്ന് ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും നോൽമ്പൊക്കെ അല്ലേ, നോൽമ്പും പെരുന്നാളൊക്കെ അല്ലേ. അപ്പോൾ ഇനി ഏതായാലും വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ, പെരുന്നാളിൻ്റെ തിരക്കൊക്കെ എല്ലാവരും തിരക്കിലൊക്കെ ആയിരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ ഇപ്രാവശ്യം ഡ്രസ്സൊന്നും എടുക്കണില്ല കേട്ടോ. നമ്മൾ ചെറിയ പെരുന്നാളിനെടുത്തത് തന്നെ ഉണ്ട്. പിന്നെ വലിയ പെരുന്നാൾ നമ്മൾ കാര്യമായിട്ട് ഡ്രസ്സൊന്നും എടുക്കലില്ല. എടുക്കണവരൊക്കെ ഉണ്ട്, നമ്മൾ എടുക്കണില്ല എന്ന് മാത്രം. പിന്നെ അപ്പോൾ കറി ഡപ്പയിലാക്കിയാലും അവളുടെ ബുക്കിലും ഇതിലൊക്കെ ആവണം പറഞ്ഞിട്ട് അവൾ പിന്നെ ചപ്പാത്തിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ഇട്ടു കേട്ടോ. അങ്ങനെ കൊണ്ടുപോകമ്മ എന്ന് പറഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ഇനി അവൾക്ക് നല്ലൊരു ചെറിയൊരു ഡിഫറൻറ്റ് മേടിക്കണം, കറി മാത്രം ആക്കാനുള്ളത്. ഇതെങ്ങനെ വെച്ചാലും അത് പോവും, പിന്നെ എന്താ ചെയ്യാം. അപ്പോൾ അവൾ ഇന്നിങ്ങനെ ചെയ്തു കേട്ടോ. പിന്നെ എന്താ എല്ലാം ആക്കണ തിരക്കിലൊക്കെയാണ് ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ അവരൊക്കെ പോയി പിന്നെ കുറച്ച് നേരം ഞാനൊന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ. രാവിലത്തെ ഒരു നേരത്തെ എണീക്കണോണ്ട് കുറച്ച് ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ എണീച്ച് ഉച്ചക്കലേക്കുള്ള ഒരു കറി മാത്രം വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ചോറൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നവൾ ഉച്ചക്ക് ചോറും കൊണ്ടുപോയിട്ടില്ലല്ലോ. പിന്നെ ഞാനിന്ന് പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ പരിപ്പും തക്കാളി കറിയാക്കി. പിന്നെ മുരിങ്ങക്കായ് ഉപ്പേരി വെച്ച് കുറച്ച് ഉരുളക്കിഴങ്ങും വറുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. നല്ല വീഡിയോ പിന്നെ വരാം. ബൈ.